നിലവിൽ സംസ്ഥാനത്ത് UDFനുള്ള വിജയസാധ്യത എത്രമാത്രമുണ്ട്? ഇപ്പം പല സർവേ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ചിലതൊക്കെ LDFന് മുൻതൂക്കം നൽകുന്നതുണ്ട്, UDFന് മുൻതൂക്കം നൽകുന്നതുണ്ട്, തൂക്ക് മന്ത്രിസഭയാകും എന്ന് പറയുന്നതൊക്കെയുണ്ട്. പിണറായി വിജയനാണ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നു, സതീശനാണ് വേണ്ടതെന്നൊക്കെ പറയുന്നു. എന്താണ് ഇത്രയും കാലം ഭരണത്തിലൊന്നും ഉണ്ടായിരുന്നിട്ടില്ലാത്ത UDFന് നിലവിലുള്ള പോസിറ്റീവ് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഗൗതം പറഞ്ഞ സർവേകളെ കുറിച്ച് ആദ്യം തന്നെ വരാം. ഇപ്പം സർവേകളിൽ പറയുന്നൊരു കാര്യം, മാതൃഭൂമിയുടെ സർവേയിൽ പറയുന്നത് 66 സീറ്റുകളിലേക്ക് LDFും 62 സീറ്റുകളിലേക്ക് UDFും ബാക്കി വരുന്ന 12 സീറ്റുകളിൽ വലിയ മത്സരവുമായിരിക്കും ഉണ്ടാവുക. ആ 12 സീറ്റുകളായിരിക്കും ആരെയാണ് ജയിപ്പിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നൊരു കാര്യമാണെന്ന്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചുകൂടി റിലേറ്റബിളായി തോന്നിയൊരു സർവേ അതാണ്. കാരണം അത് 200 പേരെ വീതം ഓരോ മണ്ഡലത്തിൽ നിന്നും എടുത്തുകൊണ്ട് ഒരു സാമ്പിൾ സ്പേസ് വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സർവേയാണ്. ആ സമയം റിപ്പോർട്ടറിൻ്റെ സർവേക്ക് അങ്ങനെയല്ല. കാരണം എല്ലാവർക്കും വന്നു 16 ലക്ഷം പേര് പങ്കെടുത്തു, ഇതാകെ 28,000 പേരെ പങ്കെടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വലിയ സംശയം തോന്നി. അതാണ് വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കേണ്ടത് മാതൃഭൂമിയുടെയാണ്. കാരണം അത് കൃത്യമായ ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്, ആളുകളെ സെലക്ട് ചെയ്തേക്കുന്നത് കൃത്യമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സമയം റിപ്പോർട്ടറിൻ്റെയൊക്കെ സർവേക്കുള്ള പ്രശ്നം അതല്ല. റിപ്പോർട്ടറിൻ്റെ സർവേ എന്നൊക്കെ പറയുന്നത് ആർക്ക് വേണമെങ്കിലും കയറി വോട്ട് ചെയ്യാം. അപ്പോൾ സൈബർ സ്പേസിൽ വലിയ ആധിപത്യമുള്ളവർക്ക് വലിയ മികച്ച പ്രകടനം അതിനകത്ത് കാഴ്ചവെക്കാൻ പറ്റും. അതിലൊരു റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാമ്പിൾ സ്പേസ് കുറേ കൂടി കൃത്യം മാതൃഭൂമിയുടെയാണ്. മാതൃഭൂമിയുടെ ഈ സർവേയിൽ പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ LDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ, അത് ഞാൻ പോലും വിശ്വസിക്കുന്ന കാര്യമാണ്, 70-78 സീറ്റുകളായിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 80-85 സീറ്റുകൾക്കപ്പുറം ഒരാളും പോകാൻ സാധ്യതയില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ഗൗതം ചോദിച്ച UDFൻ്റെ വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, UDFൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഏതാണ്ട് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് കൃത്യമായിട്ട് ഇത്തവണ മറ്റാർക്കും പോകാതെ അത് ഉറപ്പായും തന്നെ UDFന് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലബാർ മേഖലകളിൽ അതുപോലെ തന്നെ കോഴിക്കോട് മേഖലകളിലൊക്കെ തന്നെ വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞേക്കും. അത് ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. മറ്റു മേഖലകളിൽ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത്രത്തോളം നേട്ടം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒന്ന്. രണ്ടാമത്തത്, ഒരു 10 കൊല്ലമായി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ഒരിക്കലും അവർ ഇനി എന്തൊക്കെ തന്നെ തന്നാൽ പോലും ആഹാ കൊള്ളാം ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. അതൊരു നോർമൽ ഹ്യൂമൻ സൈക്കോളജിയാണ്. ഇപ്പോൾ ബൈക്കുള്ള ഒരുത്തൻ ബൈക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കില്ല, കാറുള്ള ഒരുത്തൻ കാറുണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കില്ല. സ്വന്തം വീട് നോക്കി ആരും എത്ര സുന്ദരമായ വീട് എന്ന് പറയില്ല, എത്ര വലിയ വീടാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു മടുപ്പ്, അല്ലെങ്കിൽ അത് ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ഒന്ന് മാറിയാൽ കൊള്ളാം എന്ന് ചിന്തിക്കാനുള്ള ഒരു നോർമൽ ഹ്യൂമൻ സൈക്കോളജി എപ്പോഴും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തേത്, ഇതിനെല്ലാം വിഘാതമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയമാണ്. ആ സ്ഥാനാർത്ഥി നിർണയം കൂടി വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മാതൃഭൂമി സർവേയും ബാക്കിയുള്ള സർവേകളൊക്കെ വന്നതിനേക്കാൾ വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും എത്ര സീറ്റുകളിലേക്ക് ഏതൊക്കെ പാർട്ടികൾക്ക് ഏകദേശം ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് നമ്മളെത്തും. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം LDFന് ഇപ്പോഴുള്ള കാര്യം എന്ന് പറയുന്നത്, അവർക്ക് 98 MLA-മാരുണ്ട്. ആ 98 MLA-മാരിൽ ഏതാണ്ട് ഒരു വലിയ ഭൂരിപക്ഷം MLA-മാരും ജനകീയരായിട്ടുള്ള ആളുകളാണ്. അവർക്കെതിരെ അഴിമതിയൊന്നും പറയാനില്ല. അപ്പോൾ അതിനേക്കാൾ മികച്ച സ്ഥാനാർത്ഥികളെ കൂടി നിർത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസിന് ഈ യുദ്ധം ജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രയോജനങ്ങളെല്ലാം ഞാൻ പറയുന്നത്, ഒന്ന് ഗവൺമെൻറ്റിനെതിരെയുള്ളത്, രണ്ടാമത്തത് ഓരോ മണ്ഡലങ്ങളിലുമുള്ളത്, ഇത്തരത്തിൽ നടപ്പാക്കാതെ പോയ വികസന പദ്ധതികൾ, ഇതെല്ലാം തന്നെ എടുത്തു വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഡാറ്റാ ബാങ്കും ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ UDFന് ഇപ്പോഴും സാധ്യത ഉണ്ട്. ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു എഡ്ജ് കൂടുതൽ യഥാർത്ഥത്തിൽ UDFന് തന്നെയുണ്ട്. പക്ഷേ അപ്പോൾ പോലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ എഡ്ജ് ഉണ്ടോ, ഈസി വാക്ക് ഓവർ ആണോ എന്നുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതാണ് മനോരമയുടെ സർവേയിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലത്തെ ആദ്യത്തെ ആഴ്ചകൾ നോക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 48% പേർ പിണറായി തുടരണം എന്ന് പറയുന്നവരാണ്. 45% പേര് പോലും പിണറായി തുടരണം എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്തിയാൽ അതിന് ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ, ആൻറ്റി ഇൻകുംബൻസി വോട്ടുകൾ BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും UDFനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ തന്നെ ഉറപ്പായിട്ടും LDF വരാനുള്ള സാധ്യത ഒരുങ്ങും. അപ്പം അത് ഈ ആൻറ്റി ഇൻകുംബൻസി എന്ന് പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ UDFന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഭരണവിരുദ്ധ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഹോം മിനിസ്ട്രിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയങ്ങളാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് ഇപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ല, പക്ഷെ എങ്കിൽ പോലും ഒരു പരിധിവരെ നേരത്തെ സൈനികർ 2 പേർ ആക്രമിക്കപ്പെട്ടതടക്കം DYFIക്കാരടക്കം ആക്രമിക്കപ്പെട്ടതടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ, അതുപോലെ നവകേരള ഈ പറയുന്ന പോലെ യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഗൺബാൻ തന്നെ അടിച്ചതടക്കമുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഇവർക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചോളം എന്താണ് നേട്ടമുണ്ടായത് എന്നുള്ള കൃത്യമായി റിസർച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിരവധി കാര്യങ്ങൾ UDF അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷെ അതൊന്നും UDF ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊന്നും ചെയ്യാതെ ഇപ്പോൾ 3000 രൂപ ഞങ്ങൾ എന്ത് ചെയ്യും, മറ്റേ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 2000 അല്ലേ വാഗ്ദാനം നൽകുന്ന 3000-ത്തേക്കാൾ നല്ലത്? കയ്യിലിരിക്കുന്ന കിളിയല്ലേ പറന്നു പോകുന്ന പിടിച്ചേരാം എന്ന് പറയുന്ന കിളിയേക്കാളും നല്ലത് എന്ന് ജനം വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് 2500 ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ 500 രൂപ കൂട്ടാൻ വേണ്ടിയിട്ട് ഭരണം മാറണമെന്നൊന്നും ജനം വിചാരിക്കില്ല. അല്ലെങ്കിൽ നാളെ ആരെങ്കിലും വന്നിട്ട് ആഹാ KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര പോയേക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യില്ല, ഭരണം മാറണമെന്ന് വിചാരിക്കില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ വളരെ ഒട്ടും ഭാവനാസമ്പന്നമല്ലാതെ ഇത്തരം പ്രൊജക്ടുകളൊക്കെ വിട്ടിട്ട് കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റകളുമായി മുന്നോട്ട് വന്നാൽ ഇപ്പോഴും UDF സാധ്യതകളുണ്ട്. ഈ അടുത്ത 40-42 ദിവസം കൃത്യമായി ഇപ്പം നാളെയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഗോതമ്പ് എഴുതി വെച്ചു. അപ്പോൾ അത്തരത്തിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനകം തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരും. ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥാനാർത്ഥി നിർണ്ണയം കൂടി കഴിയുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തോടനുബന്ധിച്ചുണ്ടാക്കാവുന്ന വലിയ പ്രശ്നങ്ങളെ കൂടി കോൺഗ്രസിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്തിട്ടുള്ള ഡാറ്റകളുമായി കൃത്യമായിട്ട് പുറത്തേക്ക് എന്ത് ചെയ്യണം, വരണം. ഈ ഭരണവിരുദ്ധ വികാരത്തിൽ താങ്കൾ പറഞ്ഞത് ഈ ഭരണവിരുദ്ധ വികാരമൊന്നും ഇവിടെ വലുതായിട്ടില്ല. 57-58 സീറ്റുകളിലേക്ക് ഈ ലോക്കൽ ബോഡിയിൽ പോലും ജയിപ്പിച്ചതാണ്. ഞാൻ തുറന്നുള്ള കാര്യം പറയാം, അങ്ങനെ വലിയ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. ഇപ്പൊ ലോക്പോളിന്റെ സർവേയിലാണ് ആകെ 80-85 സീറ്റുകൾ വന്നിട്ടുള്ളത്. മനോരമയുടെ സർവേയിലും മാതൃഭൂമിയുടെ സർവേയിലും അതുപോലെ മറ്റ് സർവേകളും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വികാരമൊന്നും വലുതായിട്ട് ഇവിടെ ഇല്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, വിരുദ്ധ വികാരം എന്നൊക്കെ പറയുന്നത് വലിയൊരു ആന്റി ഇൻകുംബൻസി വേവാണ്. ആ വേവ് ഇവിടെ ഇല്ല. പക്ഷെ ഒരു മടുപ്പുണ്ട്, വേറെ ആരെങ്കിലും മാറി വന്നാൽ കൊള്ളാം എന്ന് പറയുന്ന ഒരു ചിന്തയൊക്കെ ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞ നോർമൽ ഹ്യൂമൻ സൈക്കോളജി ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. സത്യത്തിൽ അതിനെ കുറച്ചെങ്കിലും ഇപ്പോൾ UDF ഉപയോഗപ്പെടുത്തുന്നത് ഒരേ ഒരു നേതാവാണ്, അത് VD സതീശൻ മാത്രമാണ്. അല്ലാതെ വേറെ ആരും കൃത്യമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്കില്ല. അപ്പോൾ അത് ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിൻ്റെ സർവേയിൽ ഏറ്റവും ഒന്നാമത് വന്നേക്കുന്നത് രമേശ് ചെന്നിത്തലയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പൊന്നും കോൺഗ്രസ് നടത്തിയതായിട്ട് കാണാത്തത് കൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് കോൺഗ്രസിനോട് എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടോ CPM-ൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും മറ്റേ ജിലേബി കിട്ടുന്നതുകൊണ്ടോ ഒന്നുമല്ല. യാഥാർത്ഥ്യമാണ് ഇത്. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തവണ തന്നെ ഞാൻ 57 സീറ്റുകളിലാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM ജയിച്ചിട്ടുള്ളത് എന്ന് പറയുകയും, അത് അന്ന് തന്നെ ഞാൻ നമ്മൾ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട്, ഒരു 10-15 സീറ്റുകളിൽ MLA-മാരുടെ മിടുക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജയിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് മാത്രമാണോ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നത്? നമുക്ക് പ്രൂഫണായിട്ടുള്ളത് കഴിഞ്ഞുപോയ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലാതെ നമുക്ക് വെറുതെ ഇവിടെ ഇരുന്ന് 50 പേരോട് സംസാരിച്ചിട്ട് കേരളത്തിന്റെ മൊത്തം വികാരം മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ മുമ്പിൽ 3 കാര്യങ്ങളുള്ളൂ വികാരം മനസ്സിലാക്കാൻ. ഒന്ന്, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നമ്മുടെ മുമ്പിലുള്ളത് 3, 4, 5 അല്ലെങ്കിൽ സർവേകളാണുള്ളത്. അപ്പോൾ ഇത്തരം സർവേകളിലൂടെ അല്ലാതെ വളരെ കൃത്യമായി സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്കിത് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്ന് പറയുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ തോന്നുന്ന ഒരു തോന്നലാണ്. ആ തോന്നലിലും വലിയ ഡേഞ്ചർ ഉണ്ട് ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം പത്രങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം വളരെ വലുതായി കുറഞ്ഞു. അതിനുശേഷം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൂടി, സാറ്റലൈറ്റ് ചാനലുകളുടെ സ്വാധീനം കൂടി. ഈ സാറ്റലൈറ്റ് ചാനലുകളിൽ വലിയ പ്രാമുഖ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF-നുണ്ട്. താങ്കൾ അപ്പോൾ പറയുന്നത് മുസ്ലിം സമുദായം മാത്രമേ UDF-നെ രക്ഷിക്കുള്ളൂ എന്നാണ്? മുസ്ലിം സമുദായം മാത്രമേ രക്ഷിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക്, അത് തീർച്ചയായിട്ടും UDF-ന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും നിരവധി വോട്ടുകൾ ഇപ്പോൾ എറണാകുളം, കോട്ടയം പോലെയുള്ള എറണാകുളം മണ്ഡലത്തിൽ ഉറപ്പായിട്ട് കിട്ടും, കോട്ടയം പോലെയുള്ള മണ്ഡലങ്ങളിൽ കിട്ടും. അപ്പോൾ അതെല്ലാം തന്നെ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദുക്കളുടെ വോട്ടൊന്നും കിട്ടില്ല എന്നല്ല. തീർച്ചയായിട്ടും ഹിന്ദുക്കളുടെ വോട്ട്, ഇപ്പോൾ കൊല്ലത്തൊക്കെ തന്നെ വലിയ വൻ വിജയം ഉണ്ടായത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയിട്ടാണ് കൊല്ലത്ത് പോലെയുള്ള മണ്ഡലത്തിലൊക്കെ തന്നെ ജയിച്ചത്.
പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ പല മേഖലകളിലും, ഇപ്പൊ ഉദാഹരണത്തിന് കോഴിക്കോട് അവിടെ മേയർ സ്ഥാനാർത്ഥിയായി CPM മത്സരിച്ച ആൾ തോറ്റു. അതേപോലെ തന്നെ കൊല്ലത്ത് കോർപ്പറേഷനിൽ അവിടെ വലിയ വിജയം, UDF പോലും വിചാരിക്കാത്ത വിജയം UDF ഉണ്ടായി. പന്തളം നഗരസഭയിൽ BJP തോൽപ്പിക്കുകയും CPM വിജയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ലോക്കൽ ആന്റി ഇൻകുംബൻസിയുടെ കൂടി ഭാഗമായിട്ടാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെതിരാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ആന്റി ഇൻകുംബൻസി ഉണ്ടെങ്കിൽ പോലും വലിയ ഫൈറ്റ് ആവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി ഇൻകുംബൻസി ചെതറിത്തെറിച്ച് ഒരു 12% മുതൽ 15% വരെ BJP വോട്ട് കുറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 15% വരെയുള്ള വോട്ടുകളിലേക്ക് BJP താഴാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള വോട്ടുകളുടെ കാര്യത്തിൽ വലിയ LDF സഹായിക്കാൻ BJP ഉണ്ടെന്ന്, LDF സഹായിക്കാൻ BJP ഉണ്ടെന്നുള്ളതല്ല. BJP പിന്നെ എന്ത് ചെയ്യും, അവര് മറ്റേ അപ്പുറത്ത് പോയി കടലിൽ ചെന്ന് തിരയുന്നു. അവർക്ക് മത്സരിക്കണ്ടേ, അവർക്ക് മത്സരിച്ചേ പറ്റുള്ളൂ. പക്ഷെ BJPക്ക് ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ആളുകൾ വോട്ട് മാറ്റി ചെയ്യും. കഴിഞ്ഞ 2016 നിന്ന് ആളുകൾ 4 ലക്ഷം വോട്ട് കുറവാണ് 2021 കിട്ടിയത്. 2024 കിട്ടിയ 38 ലക്ഷം വോട്ടിൽ നിന്ന് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് 7 ലക്ഷം വോട്ടോളം 6 ലക്ഷം വോട്ടോളം കുറവാണ് BJPക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളിപ്പോ BJP പണ്ടൊക്കെ വോട്ട് മറിച്ചു കൊടുത്തിട്ടുണ്ട് BJP. അപ്പൊ അത്തരത്തിൽ വോട്ട് മറിച്ചു കൊടുത്താൽ നമുക്ക് പറയാൻ കഴിയില്ല. തിരുവനന്തപുരം നഗരസഭ നമ്മൾ കൃത്യമായിട്ട് എടുത്തു നോക്കിയാൽ വോട്ട് മുഴുവൻ മറിഞ്ഞേക്കുന്നത് കോൺഗ്രസിനാണ്. അതുപോലെ കോൺഗ്രസിന്റെ വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ടോ നമുക്ക് കൃത്യമായി ശ്രദ്ധിച്ചാൽ സംശയം തോന്നും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ അർത്ഥം അവര് നാളെ തീരുമാനിച്ചുറപ്പിച്ച് എന്തെങ്കിലും വോട്ട് മറിച്ചിക്കും എന്നുള്ളതൊന്നും അല്ല. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി വരെ കഴിഞ്ഞ ദിവസം CJP എന്ന പ്രയോഗം നടത്തിയിരിക്കുകയാണ്. അല്ല, രാഹുൽ ഗാന്ധി അത് തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട്. നേരെ പിണറായി വിജയനും ബാക്കിയുള്ള ആളുകളും കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് വോട്ടുകൾ ചെയ്തത്. തിരുവനന്തപുരം നഗരസഭയുടെ കാര്യം എടുത്തു വെച്ചുകൊണ്ട് ഇവർ തമ്മിൽ യോജിപ്പിലാണെന്ന് പറയുന്ന പ്രചരണം നടത്തും. ഒരു കോമൺ സെൻസിൽ മാത്രം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം സംസ്ഥാന സർക്കാരിനെതിരെ വരുന്ന പല വിഷയങ്ങളിലും പ്രതികരിക്കാനായിട്ട് BJPയിലെ പല നേതാക്കളും കടന്നാക്രമിക്കാൻ മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളൊക്കെയുള്ള ഒരു വിഷയമില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിന് പണം കിട്ടാത്തത്, കേന്ദ്ര ഗവൺമെന്റ് പണം കിട്ടാത്തതിനെ കുറിച്ച് പ്രതികരിക്കാനായിട്ട് പ്രതിപക്ഷം വരുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? അത് BJPക്ക് അവർ സൈലന്റായി പാർട്ണർഷിപ്പ് ആയതുകൊണ്ടാണോ? അതൊന്നുമല്ല, അതൊക്കെ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇപ്പൊ BJPക്ക് അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും ഒരു വലിയ പ്രക്ഷോഭം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം കൊയ്യാൻ പോകുന്നത് UDF ആയിരിക്കും എന്ന് പറയുന്ന തോന്നൽ അവർക്ക് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ ശബരിമല ഉണ്ടായതിനു ശേഷം 2019 2024 അത്തരത്തിലുള്ള ഒരു വിജയം കൊയ്തത് യഥാർത്ഥത്തിൽ അതായത് UDF ആണ്. LDF അധികാരത്തിൽ വരികയാണെങ്കിൽ നേട്ടം കൊയ്യാൻ പോകുന്നത് ഞങ്ങളാണ് എന്നുള്ള തോന്നലുണ്ടാകും. അല്ല, LDF അധികാരത്തിൽ വരികയാണെങ്കിൽ നേട്ടം കൊയ്യാൻ പോകുന്നത് ഞങ്ങളാണെന്നുള്ള തോന്നലുകൊണ്ടല്ല, ഞങ്ങൾ പണിയെടുത്തിട്ട് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് UDFനാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാതിരിക്കും? സൈലന്റ് ആയിട്ടിരിക്കും. അത്രയുള്ള അതിന്റെ കാര്യം. അല്ലാതെ ഗൗതം വായിക്കുന്ന പോലെ എങ്ങനെ വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. X+Y എന്നുള്ളത് വേണമെങ്കിൽ ഗൗതത്തിന് എന്ത് ചെയ്യാം? ABCD ജനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വായിക്കാൻ അറിയാം, അതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അപ്പം അങ്ങ് പറയുന്നത്, അങ്ങ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഭരണവിരുദ്ധ വികാരത്തിന്റെ പുറത്ത് അങ്ങ് പറഞ്ഞത് ആഭ്യന്തര വകുപ്പിലെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്ന രീതി, ഇതിലൊക്കെ LDF പരാജയമായിരുന്നു അല്ലേ? കേട്ടില്ല, എനിക്ക് ഒന്നുകൂടി പറഞ്ഞു. നവകേരള നടത്തുമ്പോൾ അവിടെ പ്രതിഷേധിക്കാൻ നവകേരള ബസിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ പൂച്ചടിച്ചതും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതൊക്കെ അങ്ങേറ്റം തെറ്റായ നടപടികളായി പോയി. അപ്പൊ അത്തരം ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള നിരവധി, ഇപ്പൊ ഞാനിത് വെറുതെ 2 കാര്യം മാത്രം പറഞ്ഞാണ്, മനസ്സിലായി. ഒരുപാടുണ്ട്. ബാക്കി പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എനിക്ക് എന്റെ ഇത് തന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് കൃത്യമായി റിസർച്ച് ചെയ്തെടുക്കുന്ന ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ആ ഡാറ്റാസുകളുടെ അടിസ്ഥാനത്തിൽ മൈക്രോ ലെവൽ മാനേജ്മെന്റുകൾ നടത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല MLA-മാരോടും ചില മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളോടും പറഞ്ഞിട്ടുണ്ട്, ഓൾ കേരള ലെവലിലുള്ള പ്രചരണത്തിൽ ഇനി CPM-നൊപ്പം പിടിച്ചേക്കൽ ഏറെക്കുറെ അസാധ്യമാണ്. അപ്പൊ അസാധ്യമായതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മൈക്രോ ലെവലിൽ ഓരോ MLA-യും ഓരോ സ്ഥലത്തും നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവിടെയുള്ള കുഴപ്പങ്ങൾ ഇത് ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണത്തിന് ആക്കം കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രചരണത്തിന് ഞാൻ പറഞ്ഞത് ഒരു മാക്രോ ലെവലിലും മൈക്രോ ലെവലിലുള്ള പ്രശ്നങ്ങളെ കൃത്യമായി റിസർച്ച് ചെയ്ത് ഓഡിറ്റ് ചെയ്ത് കണ്ടെത്തുക അല്ലാതെ വേറെ വഴിയില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ കളം മാറിയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് എല്ലാം ഓഡിറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാ കാര്യങ്ങളും. കാരണം എന്ന് വെച്ചാൽ അതുപോലെ ഇവിടെ സോഷ്യൽ മീഡിയ ശക്തമാണ്. നിങ്ങളൊരു തെറ്റ് പറഞ്ഞു വേണ്ടെങ്കിൽ ആ തെറ്റ് കൃത്യമായി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യമെന്ന് പറയാനുള്ള ആളുകൾ ഇങ്ങനെ നിരന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ന്യൂ ഏജ് ആണ്. ആ ഏജിൽ നമ്മൾ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നേരെ അമേരിക്കയിൽ ചായ കുടിക്കുന്ന പോലെയാണ് ബലാത്സംഗം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റില്ല. മനസ്സിലായി? ആ കാലഘട്ടം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് യുക്തിസഹമായിട്ടുള്ള തെളിവുകളും കൃത്യമായിട്ടുള്ള ഫാക്ട്സും കൊണ്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ജനം വിശ്വസിക്കുള്ളൂ. എന്തായാലും പല രീതിയിൽ എന്താണ് താങ്കൾ പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതിൻ്റെയൊക്കെ പുറത്ത് UDF അടിക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു സ്പിയർ ഹെഡ് എന്ന് പറയുന്നത് വർഗീയത, സാമുദായിക പ്രശ്നമാണോ? അല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല. അല്ല, അങ്ങനെ വരുന്നുണ്ടല്ലോ. അല്ല, UDF അടിക്കാനുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നത്, അല്ല, ആളുകൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ആ ഉപയോഗിക്കാനുള്ള ഒരു ആയുധം യഥാർത്ഥത്തിൽ കയ്യിൽ വെച്ചുകൊണ്ട് കൊടുത്തത് കൂടിയാണ്. അതിപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്, വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം, SDP ആയിട്ടുള്ള പിന്തുണ, ഇത്തരം കാര്യങ്ങൾ, അവർക്ക് മതരാഷ്ട്രമില്ലെന്ന് പറഞ്ഞത്, ഇതെല്ലാം തന്നെ വലിയ ഡാമേജുകളാണ് ഇവരെ കാത്തിരിക്കുന്നത്. അതിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രശ്നമുള്ളത് മുസ്ലിം സമുദായത്തിനകത്ത് നിന്നുള്ള ആളുകൾക്ക് പോലും, ഇപ്പൊ സുന്നി അല്ലെങ്കിൽ മറ്റേ സമസ്ത പോലെയുള്ള സംഘടനകൾക്ക് പോലും വലിയ എതിർപ്പുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എതിർപ്പുകൾ കൂടി UDF എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നമ്മൾ വളരെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് UDF ഗുണകരമാവും. പക്ഷെ അത് മാത്രം കൊണ്ട് UDF ജയിച്ച് കയറാൻ കഴിയില്ല എന്നുള്ള ഒരു വാസ്തവം കൂടി UDF മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയമാണ്. ആ വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയം അത്രത്തോളം മെറ്റിക്കുലസ്ലി പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ UDF മണ്ഡലങ്ങളുണ്ട്, അതിൽ പോലും ജയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവമ്പാടി യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ UDF ക്യാരക്ടർ ഉള്ള ഒരു മണ്ഡലമാണ്. മനസ്സിലായോ? പക്ഷെ അവിടെ ഇപ്പോഴുള്ള സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസ്, ഇപ്പോഴുള്ള കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് MLA എന്ന് പറയുന്നത് CPM ആണ്. വലിയ ജനപ്രീതിയുള്ള ഒരു MLA ആണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ തോൽപ്പിക്കണമെങ്കിൽ അതേപോലുള്ള കാൻഡിഡേറ്റുകൾ കൂടി. തൃശ്ശൂരേക്ക് വരികയാണെങ്കിലും തൃശ്ശൂരും അത് തന്നെയാണ് അവസ്ഥ. തൃശ്ശൂരുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകാവുന്ന വലിയ ചേരിതിരിവുകളാണ്. കാരണം ഇപ്പൊ മുരളീധരൻ തോറ്റതിന് ശേഷം മുരളീധരൻ എന്താണ് പറഞ്ഞത്? മുരളീധരനെ തോറ്റതിന് ശേഷം മുരളീധരൻ എന്താണ് പറഞ്ഞത്? അതിനുശേഷം ശരിക്കും പത്മജ വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? ഞാൻ ചേട്ടനോട് അപ്പോഴേ പറഞ്ഞാണ് ഇങ്ങോട്ട് വരില്ല, ഇവിടെ ആളുകൾ എന്ത് ചെയ്യുമെന്ന്, തോൽപ്പിക്കുമെന്ന്. തൃശ്ശൂർ നിലവിലെ ഇപ്പം എന്താണ് 60ഓളം സ്ഥാനാർത്ഥി പട്ടികയായി. അതിൽ TB ചന്ദ്രമോഹനാണ് തൃശ്ശൂർ മത്സരിക്കുന്നത്. അല്ല, നമ്മളിപ്പോൾ ഓരോ മണ്ഡലമെടുത്ത് ഞാൻ അത്തരം നിരീക്ഷണങ്ങളിലേക്ക് കിടക്കുന്നില്ല. കാരണം ഞാനത് വളരെ വ്യക്തിപരമായി പലരോടും സംസാരിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. TB ചന്ദ്രമോഹൻ തന്നെ ആയിരിക്കോ എന്നുള്ളതും ഉറപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. മറ്റ് ചില സ്ഥാനാർത്ഥികൾ കൂടി അവിടെ വന്നേക്കാം. അതിനൊക്കെ പല കാരണങ്ങളൊക്കെ ഉണ്ട്. തൃശ്ശൂരിൽ പാലക്കാട് BJPയുടെ വലിയ ഒരു സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ മാത്രമാണ്, തൃശ്ശൂർ ജില്ലയിൽ. താങ്കൾ പറയുന്ന പോലെ മെറ്റിക്കുലസ് ആയിട്ട് അവിടെ കൃത്യമായ സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ BJP ജയിക്കും. BJP ജയിക്കാൻ അവിടെ സാധ്യതയൊന്നുമില്ല. പക്ഷെ അവിടെ CPM ജയിക്കും എന്നുള്ള, CPM അല്ല, അവിടെ ഈ പറയുന്ന പോലെ LDF ആളുകൾ ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ BJPക്ക് സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് ഒക്കെ കൊണ്ട് തന്നെ അവിടെ വലിയ ചെറിയ തോതിലുള്ള ഡാമേജുകൾ തൃശ്ശൂർ ഉണ്ടായിട്ടുണ്ട്. പഴയ പോലെയുള്ള ഒരു ഇമേജ് ഇല്ല. ജനം പഴയ പോലെ അങ്ങനെ വോട്ട് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുക വയ്യ. പക്ഷേ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ വലിയ വോട്ടുകൾ അവിടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പത്മജ വേണുഗോപാലൊക്കെ ഒന്ന് മത്സരിക്കുമ്പോൾ എത്രത്തോളം അത് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ താങ്കൾ പാലക്കാട് ചോദിച്ചിലേക്ക് വന്നാൽ പാലക്കാടിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ രമേശ് പിഷാരടിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഉറപ്പായിട്ടും മറ്റേ ശോഭാ സുരേന്ദ്രൻ കൂടിയാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ നാച്ചുറലി ഒരു സംശയവും കൂടാതെ ഞാൻ പറയാം, അത് കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. കാരണം അവിടെ കൊടുക്കുകയാണ്, BJPക്ക് ജയിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് രമേശ് പിഷാരടിയുടെ ഹാസ്യം, അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത, ഈ കേരളത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഹാസ്യം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിണറായി വിജയനോട് ചെന്ന് മത്സരിച്ചിട്ട് പിണറായി വിജയന് പകരം ധർമ്മജൻ ബോൾഗാട്ടി അവിടെ വെക്കാമെന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല. ജഗതിയെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. ഈവൻ മോഹൻലാലിന് ഇഷ്ടമല്ലാത്ത മലയാളികൾ വളരെ അപൂർവമായിരിക്കും. പക്ഷേ ഈ മോഹൻലാൽ വന്ന് മത്സരിച്ചാൽ പോലും മോഹൻലാലിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് കേരളത്തിൽ വിചാരിക്കില്ല.
MGRനെ കുറിച്ച് തമിഴ്നാട്ടിൽ വിചാരിക്കും, വിജയനെ കുറിച്ച് തമിഴ്നാട്ടിൽ വിചാരിക്കും, കേരളത്തിൽ അങ്ങനെ വിചാരിക്കില്ല. നസീർ വന്ന് മത്സരിച്ചിട്ടുണ്ട്, തോറ്റു വേണ്ട. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഇമേജ് കൊണ്ട് മാത്രമല്ല, കേരളത്തിൽ കുറെ കൂടി പൊളിറ്റിക്കലി അവയർ ആയിട്ടുള്ളൊരു ജനതയാണ്. അവരത്തരത്തിലുള്ള ഒരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ കൃത്യമായി കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ വന്ന് ഫൈറ്റ് ചെയ്യേണ്ടതാണ്. ആ നേതാവ് ഇപ്പൊ ഷാഫി പറമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ ഈ മണ്ഡലം വിട്ടുപോയനെ, കാരണം ഈ ശ്രീധരൻ ജയിച്ചു പോയനെ. പക്ഷെ അത്തരത്തിലുള്ളൊരു ഫൈറ്റ് കൊടുക്കാൻ കഴിയുന്ന നേതാക്കളെ തന്നെ ഇട്ടുകൊണ്ടൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് തയ്യാറായില്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഒളിച്ചോട്ടം നടത്തുകയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് തോന്നും. ഒന്ന്. രണ്ടാമത്തത്, കേരളം മുഴുവൻ അതൊരു വലിയ പ്രൊപ്പഗാൻഡയാക്കാനും ബാക്കിയുള്ളവർക്ക് സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടേണ്ട. ആ കോൺഗ്രസ് അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ വട്ടിയൂർക്കാവ് 5000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ BJPക്ക്. പക്ഷെ BJP അവിടെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അവിടെ VK പ്രശാന്തിനോട് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. V മുരളീധരനാണ് മത്സരിക്കാൻ പോടെ. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ജയം അവർക്ക് അനായാസമല്ല എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള നേതാക്കന്മാരെ അവിടെ കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സത്യത്തിൽ ഇപ്പോൾ K മുരളീധരനോ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്റ്റേച്ചറുള്ള ഏതെങ്കിലും നേതാക്കന്മാരോ അവിടെ ചെന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ അതിഗംഭീരമായി എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, വിജയിപ്പിക്കാൻ പറ്റുമായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ആകുമ്പോഴുള്ള ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. BJPക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. BJPയെ അവിടെ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ അവിടെയുള്ള ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവും ഇല്ല. ഗൗതത്തിനോടൊരു തമാശ കൂടി പറയാം. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി, അതായത് ആലപ്പുഴ BJPയുടെ ജില്ലാ പ്രസിഡന്റ് എവിടെ ഫോക്കസ് ചെയ്തതെന്നറിയോ? മാവേലിക്കരയിലാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഇവിടെ കാരണം അവർക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല. പക്ഷെ അത്തരത്തിലുള്ള താല്പര്യക്കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരാനിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ പോലും കാലെ പിടിച്ച് വലിക്കാൻ തയ്യാറുള്ള ഒരു വലിയ സംഘമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനും അത്ര എളുപ്പമല്ല. പക്ഷെ ശോഭാ സുരേന്ദ്രൻ അതിനെല്ലാം മറികടന്നിട്ടുണ്ട് എല്ലായ്പ്പോഴും. അതുകൊണ്ട് പിന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പരിചയമുള്ള ആൾ തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് ഒരു തവണ വോട്ട് അവിടെ ഇരട്ടിയാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സാധ്യതകൾ കൂടിയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്.